ഇന്ദിരാഗാന്ധിയുടെ കാര്യം പറഞ്ഞപ്പോഴാ, ചെറുപ്പത്തിൽ ഇന്ദിരാഗാന്ധിയെ പ്രിയ എങ്ങനെയാ കണ്ടിട്ടുള്ളത്? ഭയങ്കര ഭയങ്കര ഫോം, ഇങ്ങനെ ഭയങ്കര എല്ലാ ദിവസവും പത്രത്തിൽ ഇന്ദിരാഗാന്ധി. എനിക്ക് തോന്നുന്നു ഞാനൊരു ജനിക്കുമ്പോ തൊട്ട് ഇങ്ങനെ നമ്മളെ ഓർമ്മ വയ്ക്കുന്ന കാലം തൊട്ട് പത്രത്തിന്റെ മുൻ പേജിലുണ്ട്. അപ്പം ഷീസ് എ മിസ്റ്ററി അറ്റ് ദ സെയിം ടൈം. ഭയങ്കര ഒരു ആജ്ഞാശക്തിയും. ഇന്ദിരാഗാന്ധിയുടെ ഒരു പടം എനിക്ക് ഓർമ്മയുണ്ട്. ഇന്ദിരാഗാന്ധി ഇരിക്കുന്നു, ബാക്കി ചുറ്റും നേതാക്കന്മാരെല്ലാം ഇങ്ങനെ ചുറ്റും എഴുന്നേറ്റ് നിൽക്കുന്ന ഒരു പിക്ചർ. അത് ഭയങ്കര ഒരു പവർഫുൾ എന്റെ മനസ്സിൽ ഇപ്പോഴും ആ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രമുണ്ട്. അപ്പം ഇന്ദിരാഗാന്ധി ഓഫ് കോഴ്സ് ഇന്ദിരാഗാന്ധി ഒത്തിരി അടിയന്തരാവസ്ഥ കാലത്ത് നമുക്കറിയാം ഒത്തിരി ആൾക്കാരുടെ ശാപം പിടിച്ചു പറ്റിയിട്ടുണ്ട് ആ സമയത്തെ ചെയ്തികളും. പക്ഷെ അതിനെല്ലാം ഉപരിയായിട്ട് ഒരു പവർഫുൾ വുമൺ ആയിരുന്നു. പവർഫുൾ അറ്റ് ദ സെയിം ടൈം മിസ്റ്റീരിയസ്. ഒരു ലെവൽ ഓഫ് മിസ്റ്ററി. ഇപ്പൊ ഞാനൊക്കെ അന്ന് കുട്ടിയായിട്ടിരിക്കുമ്പം എന്നെയൊക്കെ സംബന്ധിച്ച് ഒരു ഭയങ്കര ഫാസിനേഷൻ ഉണ്ടായിരുന്നു. അപ്പൊ ആ ഫാസിനേഷനിൽ നിന്നാണ് അങ്ങനെ ഒരു അങ്ങനെ. പിന്നെ ഇവർക്ക് ഈ ചായയും കൂടെ ഉള്ളത് കൊണ്ട്, ചായ ഉണ്ടായിരുന്നോ എന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് അറിഞ്ഞൂടെ. ഇപ്പൊ ഞാൻ ഇങ്ങനെ ആലോചിക്കുമ്പോ മാണിക്ക് ഉണ്ടായിരുന്നോ എന്നൊക്കെ. പക്ഷെ നമ്മുടെ കുട്ടി മനസ്സ് അങ്ങനെയൊക്കെ അങ്ങ് ചിന്തിക്കുകയാണ്. എന്താ വിളിച്ചിരുന്നത് മാണീനെ? എന്താ വിളിച്ചിരുന്നത്? അത് മാണീന്ന് തന്നെയായിരുന്നു. എനിക്കിപ്പോ ആലോചിക്കുമ്പം അതൊക്കെ പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആണ്. ശരിക്കും നമ്മൾ അങ്ങനെ വിളിക്കാൻ പാടില്ല. പക്ഷെ എല്ലാവരും അങ്ങനെ വിളിച്ചിരുന്നു, ഞങ്ങളും അങ്ങനെ വിളിച്ചിരുന്നു. ആരും തിരുത്തിയിട്ടില്ല അത്. പ്രായത്തിൽ മൂത്ത ഒരാളെ അങ്ങനെയല്ല വിളിക്കേണ്ടതെന്ന്. ആ കഥയിലെ ഒരു